രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ രാമനില് ഒരു പ്രകാരത്തിലും ദോഷം കാണുന്നില്ല. അങ്ങനെ ഇരിക്കവേ രാമനെ എന്തു ദോഷത്തിന്റെ പേരിലാണ് രാജാവ് കാനനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? ലക്ഷ്മണൻ ക്രോധത്തോടു കൂടിയിട്ട് ചോദിക്കാണ്. കൗസല്യയോട് പറയാണ് രാമന്റെ മുന്നിൽ വെച്ചിട്ട്, ദേവകൽപ്പം ഋജും ദാന്തം രിപൂണാമപി വത്സലം അപേക്ഷമാണ് ഗോധർമ്മം ത്യജേത് പുത്രമകാരണാത്. മഹാരാജാവായി ദശരഥനല്ലാതെ ഈ ലോകത്തിൽ ആരാണ് ഇത്ര കണ്ട് സദ്ഗുണ സമ്പന്നനായിരിക്കുന്ന ഒരു പുത്രനെ ഒരു കാരണവും കൂടാതെ കാട്ടിലേക്ക് ദൂരേക്ക് ഇങ്ങനെ പറഞ്ഞയക്കുക? രാമൻ ആരാണ്? ഏത് പ്രകാരത്തിലുള്ളയാളാണ്? ദേവകൽപ്പം, ദേവസദൃശ്യനാണ്. രാമന്റെ സ്വഭാവവിശേഷങ്ങൾ കൊണ്ടും ആകാരഭംഗി കൊണ്ടും ജ്ഞാനം കൊണ്ടും കഴിവുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ളതായ ജീവിത ചരിത്രം കൊണ്ടുമെല്ലാം രാമൻ ദേവന്മാർക്ക് തുല്യനാണ്. അങ്ങനെയുള്ള രാമനെ, പിന്നെ ഋജുവായ രാമനെ, അവക്രബുദ്ധിയായ രാമനെ, എല്ലാവരോടും സത്യസന്ധമായി പെരുമാറുന്ന രാമനെ, ദാന്തം തന്റെ ഇന്ദ്രിയങ്ങളെല്ലാം, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം തന്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നവനായ രാമനെ എന്ന് മാത്രമല്ല, രിപൂണാമഭിവത്സലം, ശത്രുക്കൾക്ക് പോലും വളരെയേറെ പ്രിയമുള്ളവനായ രാമനെ. ശത്രുക്കൾക്ക് പോലും രാമനെ പ്രിയമാണ്. രാമനോട് എതിർപ്പുണ്ട് അവർക്ക്. കാരണം അവരുടെ അതിക്രമമൊന്നും അയോധ്യയിൽ രാമൻ ഉള്ളപ്പോഴേക്കും നടക്കുന്നില്ല. അതിൻ്റെതായ എതിർപ്പ് അവർക്കുണ്ട് ഉള്ളിൽ. പക്ഷേ അവർക്ക് പോലും രാമന് ബഹുമാനമാണ്. രാമന്റെ ഈ സദ്ഗുണ സമ്പന്നതയിൽ അവർ ആദരിക്കുന്ന രാമനെ. അങ്ങനെയുള്ള ഈ ശ്രീരാമചന്ദ്രനെ ദശരഥനല്ലാതെ വേറെ ഏതൊരു രാജാവാണ് കാട്ടിലേക്ക് തള്ളിവിടുക? വിശേഷിച്ചും അപേക്ഷമാണ് ഗോധർമ്മം. ആരാണോ ധർമ്മത്തെ മുറുകെ പിടിക്കുന്നത്, ആ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോടുകൂടി പ്രയത്നിക്കുന്നത്, ധർമ്മത്തെ തന്നെ നോക്കിക്കാണുന്നത്, ധർമ്മനിഷ്ഠരായിട്ടുള്ള ഏത് രാജാവിനാണ് രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാനാവുക? ഈ ദശരഥനല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ലക്ഷ്മണൻ ക്രോധത്തോടുകൂടി ചോദിക്കുന്നു. തദിതം വചനം രാജ്ഞഃ പുനർബാല്യമുപേയുഷ പുത്രക്കോ ഹൃദയേ കുര്യാത് രാജവൃത്തമനുസ്മരൻ. ഇനി രാമന്റെ ആ തീരുമാനത്തെക്കുറിച്ചും ലക്ഷ്മണന് വ്യക്തമായ അഭിപ്രായമുണ്ട്. വേറെ ഏതൊരു പുത്രനാണ് ഈ രീതിയിലുള്ളതായ അഭിപ്രായത്തെ, രാജാവിന്റെ കൽപ്പനയെ അതേ പ്രകാരത്തിൽ സ്വീകരിക്കുകയും ആദരിക്കുകയും നടപ്പിലാക്കാനായിട്ട് നിശ്ചയിക്കുകയും ചെയ്യുക രാമനല്ലാതെ? താൻ രാജകുമാരനാണ്, ക്ഷത്രിയനാണ്. ആ ക്ഷത്രിയന്റെ ധർമ്മം, രാജകുമാരന്റെ ധർമ്മമൊക്കെ അറിയുന്നവനാണ് രാമൻ. അങ്ങനെയുള്ള രാമൻ ഇപ്പോഴിതാ തനിക്ക് അവകാശപ്പെട്ടതായ കിരീടം, സിംഹാസനം തന്നിൽ നിന്നിട്ട് കൈകേയി അധർമ്മത്തിന്റെ മാർഗത്തിലൂടെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതിനെ സസന്തോഷം അംഗീകരിക്കുന്നു. രാമനല്ലാതെ വേറെ ആരാണ് ഈ പ്രകാരത്തില് ഇത്തരം അതിക്രമങ്ങളെ പൊറുക്കുക? ഈ രാജാവിന്റെ അഭിപ്രായത്തെ, വാക്കിനെ വേറെ ആരാണ് ആദരിക്കുക? ഇതൻ രാമന്റെ ഗുണമാണ്. പക്ഷെ ആ ഗുണം ഇപ്പോൾ
ദോഷമായി പരിണമിച്ചിരിക്കുന്നു. രാമൻ സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിൽ അതുകൊണ്ടുള്ളതായ നഷ്ടം രാമന് മാത്രമല്ല, പിന്നെയോ സൂര്യവംശത്തിന് അത് എന്നും ഒരു ചീത്തപ്പേരായിത്തീരും. പോരാത്തതിന് നാട്ടിലുള്ള സകല സജ്ജനങ്ങളും രാമനെ യുവരാജാവായി കാണാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കെല്ലാം അത് വലുതായിട്ടുള്ള തിരിച്ചടിയായിത്തീരും, ദുഃഖമായിത്തീരും. അങ്ങനെ നഷ്ടം അവരുടെ എല്ലാവരുടേതുമാണ്. രാമന്റെ സൽഗുണം മറ്റുള്ളവരുടെ നഷ്ടത്തിന് ഈ പ്രകാരത്തിൽ കാരണമായി തീരുന്നു. രാമനല്ലാതെ വേറെ ആരാണ് ഇങ്ങനെയുള്ള രാജാവിന്റെ ഈ അഭിപ്രായത്തെ അംഗീകരിക്കുക? ഈ രാജാവ് എങ്ങനെയുള്ള ആളാണ്? പുനർ ബാല്യമുപേക്ഷ. അദ്ദേഹം വീണ്ടും ബാല്യത്തിലെത്തിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് ധർമാധർമ്മ വിവേകം ഉണ്ടാവുകയില്ല. തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർ വളർന്ന് പഠിച്ച് അങ്ങനെ യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ധർമാധർമ്മങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ നല്ല കുട്ടികൾ മുന്നേറുകയുള്ളൂ. അതിനു മുമ്പ് കുഞ്ഞുങ്ങൾക്ക് 7 വയസ്സിന് മുമ്പ് പ്രത്യേകിച്ചും ധർമാധർമ്മങ്ങളൊന്നും കൃത്യമായിട്ട് തിരിച്ചറിയാനാവില്ല. അതേ ഒരു അവസ്ഥയിലേക്ക് ഇതാ രാജാവ് എത്തിച്ചേർന്നിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, ശിശുക്കളെ പോലെ ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ബാല്യം. അങ്ങനെ രണ്ടാം ബാല്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ രാജാവിന്റെ ഇത്തരം അധർമ്മം നിറഞ്ഞതായ വാക്കുകളെ രാമനല്ലാതെ പിന്നെ ആരാണ് അംഗീകരിക്കുക? അല്ലയോ അമ്മേ, എനിക്ക് ഈ അവസരത്തില് ശ്രീരാമചന്ദ്രനോട് അമ്മയുടെ മുന്നിൽ വെച്ച് പറയാനുള്ള കാര്യം ഇതാണ്. യാവദേവന ജാനാതി കശ്ചിത് അർത്ഥമിമം നര. ഇപ്പോഴും ഈ അയോധ്യയിലുള്ള ആളുകള് ഈ കൊട്ടാരത്തിനുള്ളിൽ നടത്തുന്നതായ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോഴേക്കും അറിയും. ഈ നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഈ കൊട്ടാരത്തിനകത്തുണ്ടായി, കൈകേയിയുടെ ഭവനത്തിനകത്തുണ്ടായി എന്ന് അറിയുന്നതിന് മുമ്പ് കൈകേയിക്ക് 2 വരം കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞിരുന്നു എന്നും അത് കൈകേയി ചോദിച്ചു എന്നും അത് ഭരതനെ കിരീടം ധരിപ്പിക്കാനും രാമനെ കാട്ടിലയക്കാനുമായിരുന്നു എന്നും ഉള്ളതായ വൃത്താന്തം നാട്ടുകാരറിയുന്നതിന് മുമ്പ് താവദേവ മയാസാർത്ഥം ആത്മസ്ഥം കുരുശാസനം. അല്ലയോ രാമ, എന്റെ പിന്തുണ അങ്ങയ്ക്കുണ്ട്, ഞാൻ കൂടെയുണ്ട്. അങ്ങ് ക്ഷത്രിയധർമ്മം പുരസ്കരിച്ചിട്ട് ഈ അധികാരത്തെ, ഈ സിംഹാസനത്തെ, ഈ കിരീടത്തെ അങ്ങയുടേതാക്കി തീർക്കണം. അങ്ങ് അത് നേരിട്ട് ഏറ്റെടുക്കണം. ആർക്കും അങ്ങയെ ഇവിടെ നിന്നിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള അധികാരമില്ല. അത് ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യത്തിന്റെ ലംഘനമാണ് എന്ന് മാത്രമല്ല, ലൗകികമായിട്ടുള്ള സ്വാഭാവിക നീതിയുടെ ലംഘനം കൂടിയാണ്. അതുകൊണ്ട് അങ്ങ് ആളുകൾ ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ഈ അധികാരം പിടിച്ചെടുത്തുകൊള്ളുക. അങ്ങയോടൊപ്പം അതിനു വേണ്ടിയിട്ട് ഈ ലക്ഷ്മണൻ ഉണ്ടാകും. കൗസല്യയുടെ മുന്നിൽ വെച്ചിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, അല്ലേ രാമ, മയാ പാർശ്വേ സധനുഷ തവ ഗുപ്തസ്യ രാഘവ കസ്സമർത്ഥോ അധികം കർത്തും കൃതാന്തസ്യേവ തിഷ്ഠതഃ. അല്ലയോ രാമ, നിന്റെ സമീപത്ത് ഞാൻ കുലച്ച വില്ലുമായിട്ട് നിന്നെ സഹായിക്കാനായിട്ട് നിൽക്കും, നിന്നെ സംരക്ഷിക്കാനായിട്ട് നിൽക്കും, നിന്റെ അധികാരങ്ങളെയെല്ലാം സംരക്ഷിക്കാനായിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ നിൽക്കുന്ന അവസരത്തില് നീന്റെ അവസ്ഥ കൃതാന്തനെ പോലെ ആയിരിക്കും, കാലനെ പോലെ ആയിരിക്കും. ഈ ലോകത്തിൽ ആർക്കും കാലനെ എതിർക്കാനാവില്ലല്ലോ, എല്ലാവർക്കും കാലനെ ഭയമാണ്. അങ്ങനെ കാലനെ പോലെ തന്റെ ആ ബലത്താൽ അധികാരം ഉറപ്പിച്ച് എതിരുകളെ എല്ലാം, അതേപോലെ തന്നെ ശത്രുക്കളെയെല്ലാം നേരിടാൻ തയ്യാറായി നിൽക്കുന്ന നിന്റെ നേരെ അതിക്രമം കാണിക്കാൻ ഈ ലോകത്തിൽ ആർക്കാ സാധിക്കുക? നിന്നെ തോൽപ്പിക്കാൻ മനസ്സുകൊണ്ട് പോലും ആർക്ക് സങ്കല്പിക്കാൻ ആവില്ല. നീ ഈ ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി, നിന്റെ കൂടെ ഞാനുണ്ട്. അല്ലയോ രാമ, കുലച്ച വില്ലുമായിട്ട് ഞാൻ അരികത്തുണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക. ആരെങ്കിലും ഈ അവസരത്തില്
ശ്രീരാമചന്ദ്രന് അധികാരം കൊടുക്കാൻ പാടില്ല എന്നൊരു വാദവുമായി വന്നു കഴിഞ്ഞാൽ അവരെ മുഴുവൻ ഞാൻ തകർത്തെറിയും. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് രാമനെ എതിർക്കാൻ വന്നാലോ? അങ്ങനെ സംഭവിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അയോധ്യ മുഴുവൻ ഏകകണ്ഠമായിട്ട് രാമനെ അംഗീകരിക്കുകയും രാമ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഉത്സവം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇരമ്പല് ഇതാ ഈ കൊട്ടാരത്തിനകത്ത് കേൾക്കാം. എങ്കിലും ആരെങ്കിലും കൈകേയി പക്ഷക്കാരായിട്ടുള്ള ആരെങ്കിലും രാമനെ എതിർക്കാൻ വന്നാൽ ഇനി മുഴുവൻ മനുഷ്യരും കൂടി ഒരുമിച്ച് ചേർന്ന് രാമനെ എതിർക്കട്ടെ, രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടട്ടെ. ഞാനുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? നിർമനുഷ്യാം ഇമാം സർവം അയോധ്യാം മനുജർഷഭ കരിഷ്യാമി. ഈ അയോധ്യ മുഴുവൻ ഞാൻ മനുഷ്യരില്ലാത്തതാക്കി തീർക്കും. രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് പറയാൻ വരുന്ന എല്ലാവരെയും എന്റെ അമ്പുകൾ കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ കൊന്നുവീഴ്ത്തും. അതാണ് ശരൈസ് തീക്ഷ്ണൈഹി, അത്യധികം കൂർത്തുമൂർത്തതായ അമ്പുകളെ കൊണ്ട് എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കും. അങ്ങനെ ഈ അയോധ്യ മുഴുവൻ എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അയോധ്യ മുഴുവൻ മനുഷ്യരില്ലാത്തതാക്കി തീർക്കും ഞാൻ. അല്ലയോ രാമ, നിനക്ക് വിപ്രിയം ചെയ്യാൻ, നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യാൻ ഈ ലോകത്തിൽ ഒരൊറ്റ ആളിനെയും ഞാൻ അനുവദിക്കില്ല. ഭരതസ്യാഥ പക്ഷിയോവ യോവാസ്യ ഹിതമിച്ഛതി. ഇനി ഭരതന്റെ ആളുകൾ, അവന്റെ പക്ഷം പിടിക്കുന്നവർ, ഭരതന് കിരീടം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഭരതന്റെ സഹായത്തിന് എത്തി നിൽക്കുന്നവർ, ഭരതന് വേണ്ടി വാദിക്കുന്നവർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? സർവാംസ്താംശ്ച വധിഷ്യാമി. അവരെ മുഴുവൻ ഞാൻ അമ്പുകൾ കൊണ്ട് വധിക്കും. എന്തുകൊണ്ടെന്നാൽ അത് അങ്ങയെ കിരീടം ധരിപ്പിക്കുന്നതിന് ആവശ്യമാണ്. കിരീടം അങ്ങയ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യമാണ്. അത് ആണ് ധർമ്മ്യമായിട്ടുള്ളത്. ധർമ്മ്യമായത് നടക്കണം. നമ്മൾ ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങളിൽ മൃദുവായി പെരുമാറാൻ പാടില്ല.